ഹലോ മച്ചാ സുഖം മച്ചാ അവരെപ്പോൾ കഴിച്ചപ്പോൾ പുതിയ ബസ് മേടിച്ചിട്ടുണ്ടോ വെച്ചാലേ പുതിയ ബസ് ഇറക്കിയിട്ടുണ്ടോ വെച്ചാലേ മറ്റേ ബസ് നമുക്ക് ഇതായി പോയപ്പോൾ നമ്മൾ വിഷമിച്ചു കഴിച്ചപ്പോൾ കുഴപ്പമില്ല വെച്ചവരെ നമ്മൾ ബസ് പുതുക്കി പണിയിട്ടുണ്ടെന്ന് വെച്ചാലേ പുതുക്കി പണിഞ്ഞല്ല ഒരു പുതിയ ബസ് അങ്ങോട്ട് എടുത്ത് കഴിച്ചു പച്ച കഴിച്ച് അതൊക്കെ എടുക്കുക കഴിച്ച് ഈ ചേച്ചി കാരണം എടാ മോനെ എന്തിട്ടോ കഴിച്ച് കയറിക്കോ കയറിയില്ലേ ബാക്കിലാണ് കയറി നടക്കൂ കയറിക്കോ ഗൈസ് കയറിയിട്ടുണ്ട് വെച്ചാൽ പറ്റ അയ്യോ ഇപ്പം എല്ലാവരും റിച്ച് നമ്മൾ മാത്രം പാപ്പട ഗൈസ് അങ്ങനെയൊന്നും ലയിച്ചപ്പം റിച്ച് തന്നെ ലയിച്ചപ്പോൾ നമുക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം അച്ഛന്മാരെ ഗൈസ് ന്യൂക്ലിയസ് മാളിൽ അവിടെ ആരെങ്കിലും ഉണ്ടാവും ഇനി നമുക്ക് അവിടെ നിർത്തണം ഇവിടെ നിർത്തിയ പോലീസുകാർ പിടിക്കും എനിക്ക് തോന്നണ ഗൈസ് ഇപ്പോൾ എന്നാൽ വേണ്ട നമുക്ക് ബാക്ക് എടുക്കാം വേണ്ട അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്നൊക്കെ എടുക്കാൻ കഴിച്ചപ്പോൾ ന്യൂക്ലിയസപ്പോൾ ഇത്തിരി കാശിട്ട് കഴിച്ചപ്പോൾ ആ ചേച്ചി അവിടെ കണ്ട് കഴിച്ചപ്പോൾ ഒരു ചെല്ലുമ്പോഴത്തേനും നമുക്ക് വളച്ചങ്ങോട്ട് എടുക്കാം നോ സ്മോക്കിംഗ് ഒക്കെ നേരിട്ടുണ്ടോ വെച്ചാൽ ബാക്ക് ഇടാൻ കഴിച്ചപ്പോൾ ബാക്ക് എടുത്തിന് നേരെ വിടാൻ മച്ചാമാരെ കഴിച്ചപ്പോൾ അങ്ങോട്ടൊക്കെ നമുക്ക് സെറ്റായിട്ട് വിടാൻ വെച്ചവരെ നമുക്ക് വളക്കാം കഴിച്ച് മേളയിട്ട് കയറാം ഒറ്റവളതിന് പറ്റൂന്നല്ലെന്ന് അങ്ങനെ വലുതായോണ്ടേ ഇപ്പോൾ നേരമൊക്കെ ബാക്ക് ഒടിയാം ബാക്ക് അടിക്കാം സൈഡ് വെക്കാം മിറർ ക്യാമറ വെക്കാം ബാക്ക് എടുക്കാം ഒരു വളറക്കാം ഇനി വളച്ച് കയറ്റാം സിമ്പിളായിട്ട് കയറിക്കോളും സിമ്പിളായിട്ട് വണ്ടി കയറിപ്പോക്കോളും കഴിച്ചപ്പോൾ അത്ര ഉള്ളൂ കഴിച്ചപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എടുത്തോളും കഴിച്ചപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ബസ്സിലെ ആള് കഴിച്ചപ്പോൾ ഇനി ഇവിടുന്ന് കയറ്റാൻ വെച്ചാൽ മരേ ഗൈസ് അച്ഛന്മാരെ അപ്പോൾ കഴിച്ചപ്പോൾ ഇവിടെ നിർത്താം കുറച്ച് അങ്ങോട്ട് കയറ്റി നിർത്താം ആ ഇറക്കത്തിൻ്റെ അവിടെ നിർത്താം അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തോണ്ട് പോകാമല്ലോ അപ്പോൾ അത് മതി കഴിച്ചപ്പോൾ നമുക്ക് ഇറങ്ങിക്കാം കുറച്ച് നേരം കരകൊന്ന് കയറട്ടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറക്കാൻ വേണ്ടി കഴിച്ചപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിച്ചപ്പോൾ ഇവിടെ ഇരിക്കാൻ വെച്ചവരെ കഴിച്ചപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവൻ്റെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കറക്റ്റ് ലൈൻ പാലിച്ച് വേണം പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വെച്ചാൽ നമ്മൾ അത് അനുസരിച്ചാണ് പോകണം അല്ലെങ്കിൽ MPD പിടിക്കും ഗായ്സ് ഇവൻ വണ്ടി എടുക്കണ പോലും ഇല്ല വെച്ചാൽ എന്താ കാണിക്കണമെന്ന് എനിക്കറിയില്ല ഒരു സൈഡിൽ തന്നെയില്ല കയറ്റി കൊണ്ടുപോകാൻ ബസ്സിനെ എന്താണെന്ന് അറിയില്ല ഇവൻ എന്താ കാണിക്കണമെന്ന് എനിക്കറിയില്ല വെച്ചാൽ ഒരു സൈഡ് എന്ന് വെച്ചെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാം കറക്റ്റ് ലൈനിൽ കൂടെ പോയില്ലെങ്കിൽ MPD ഉണ്ട് കേസവ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ ഇപ്പോൾ പറപ്പിച്ചെടുത്തോട്ട് പോയതാണ് ചവരെ നമുക്ക് നേരെ പറപ്പിക്കാൻ വെച്ചപ്പോൾ ചവരെ നമുക്ക് നേരെ ട്രിപ്പ് കൊണ്ട് ഇറക്കിയിട്ട് വരാം അപ്പോൾ കുറച്ചങ്ങോട്ട് കറങ്ങിയിട്ട് പോകണമെന്ന് വെച്ചവരെ വെച്ചപ്പോൾ വളക്കാൻ ഒരു സ്പീഡാണ് കുഴപ്പമില്ല ഗൈസ് ബ്ലോക്ക് ഇപ്പിട്ട് കുറച്ച് നേരം ബ്ലോക്ക് കിടക്കാം അപ്പം നമുക്കിട്ട് പണിയൊന്നാണ് അതിന് നമ്മൾ ബ്ലോക്ക് മാറിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചെത്തിയപ്പോൾ വന്നേക്കണം നിൽക്ക് എന്നിട്ടേ 5 സെക്കൻഡിന് ഇതാകണം അതിപ്പോൾ നമുക്കിട്ട് പോലീസുകാർ പണിയാന്ന് ഒരു പോട്ടെ അതിപ്പോൾ കയറി പോണതിന് കുഴപ്പമില്ല ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ഇറക്കാനുണ്ട് അതുകൊണ്ട് മാത്രം കാണിക്കും അതുകൊണ്ട് അത്രയ്ക്കൊന്നും രചിട്ടുണ്ടാവും കഴിച്ചപ്പോൾ കുഴപ്പമില്ല നമ്മൾ സൈഡ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇതെങ്ങാനും ക്യാമറ കണ്ടായിസ് ഇവിടെ ഇറക്കാൻ കഴിച്ചു ഇവിടെ ഇറക്കിയിട്ട് നമുക്ക് ന്യൂക്ലിയസ് മാളിലും കൂടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു വെച്ചാൽ മതി നമുക്ക് നേരെ അങ്ങോട്ട് വണ്ടി എടുക്കാൻ കഴിച്ചു അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് എടുത്തിട്ട് പോവാം അല്ലെങ്കിൽ ഇപ്പം പണി കിട്ടിയെന്ന് വെച്ചാൽ നേരെ വളച്ചെടുക്കാൻ നേരെ ന്യൂക്ലിയസ് മാളിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തുക നേരെ ന്യൂക്ലിയസ് മാൾ ഫോറന്മാരിൽ ഇറക്കി കൊടുക്കാൻ കഴിച്ചപ്പോൾ ഫോറന്മാളിൽ ഇതാണ് കഴിച്ചപ്പോൾ മറ്റേ നമ്മൾ കയറിയത് ന്യൂക്ലിയസ് മാൾ കഴിച്ചപ്പോൾ ഇത് ഫോറൻ മാളാണ് കഴിച്ചപ്പോൾ വണ്ടി വലിച്ചു കയറ്റണമെന്ന് വെച്ചാൽ കേരള വണ്ടി തട്ടിട്ടോ മിറർ ഇത്തിരി ചരിഞ്ഞ് അത്രേ ഉള്ളൂ വെച്ചപ്പോൾ അതൊന്നും കുഴപ്പമില്ല ചരിച്ച് കയറ്റണം ഇനി ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ഇറക്കാൻ വെച്ചവരെ ഇവിടെ ഉള്ള ആൾക്കാരെ നമുക്ക് ഇറക്കാൻ വെച്ചവരെ ചവരന്മാരെയൊക്കെ ഇറക്കിയിട്ട് നമുക്ക് നേരെ പറപ്പിക്കാൻ വെച്ചവരെ കഴിച്ചപ്പോൾ അവന്മാരെ ഇറക്കിയിട്ടാണ് വെച്ചവരെ ഇറങ്ങിക്കോ 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 ഇറങ്ങിക്കോ
ആ ഓക്കെ 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 മോനെ നാളെ വരൂലേ? ആ ഓക്കെ ഓക്കെ ചേട്ടാ, നാളെ വരും വരുമോ? ഗൈസ് സ്കൂൾ വന്നിട്ടുണ്ടോ വെച്ചാൽ വരെ ആരും നോക്കാം ഗൈസ്. ഓ മോനെ ഒരു ടൂറിന് നാളെ ഒരു ടൂറിന് വരാൻ പറ്റുമോ? ടൂറുണ്ട്, സ്കൂൾ ടൂറ്. അപ്പോൾ ഒരു നെല്ലിയാമ്പതിയിലാണ് പോകണം. അപ്പോൾ വരാൻ പറ്റുമോ? ആ ഗൈസ് അപ്പോൾ നെല്ലിയാമ്പതിയിലാണ് ഗൈസ്. അപ്പോൾ ടൂറ് പിള്ളേർക്കാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടോ വെച്ചാൽ ഗൈസ്. അപ്പോൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുവച്ചാൽ അപ്പം നമ്മുടെ ബസ്സാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ തുടങ്ങി വെച്ചാൽ കാശൊക്കെ തന്നെ തുടങ്ങി ഗൈസ്. അയ്യോ ഗൈസ് ഇത്തിരി സ്പീഡ് കൂടിപ്പോയി എടുത്തപ്പോൾ. ഉണ്ടെങ്കിൽ നമുക്ക് ബാഗ് എടുക്കാം ഗൈസ്. ആരും ഇടിക്കല്ലേ ഈശോയെ, ഇനി അതിനു വേണ്ടി കേസായി ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് നേരെ വളച്ച് ഗൈസ്. ഓ കുറച്ച് നിങ്ങൾ വെള്ളത്തിലാണ് കേട്ടോ. ഇതിൽ കൂടെ കയറ്റിയാണ് ഞാൻ കൊണ്ടുപോകണം ഗൈസ്. ക്യാമറ തിരിച്ചു ഗൈസ്. ഇതിൽ കൂടെ കയറ്റിയാണ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വളക്കാൻ ഭയങ്കര ടഫായിരിക്കും ഗൈസ്. അപ്പോൾ മരത്തിൻ്റെ അവിടെ കൊണ്ട് നിർത്താൻ ഗൈസ്. അപ്പോൾ കൊണ്ട് നിർത്താൻ വെച്ചാൽ ഹലോ ഗൈസ്, രാവിലെ ഇട്ടുണ്ടോ വെച്ചവരെ. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് വാർത്ത വെച്ച് നോക്കാൻ വെച്ചാൽ 7 മണിയായി ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്ന് 7:30 നമുക്ക് ഗൈസ്. ഇപ്പോൾ ഒന്ന് TV കണ്ടിട്ട് പോകാം ഗൈസ്. ഇപ്പോൾ എന്താ വരാത്ത ഗൈസ്. നിനക്ക് ഇതെന്ത് കഷ്ടമാണെന്ന് വെച്ചാൽ ചേടാ ഗൈസ്. അതൊന്നിനും വാർത്തയുണ്ടല്ലോ ഗൈസ്. നമ്മുടെ ബസ്സല്ലേ ഇത്? ഈ ബസ് ഒരു കൺട്രോൾ ഇല്ലാതെയാണ് പോകുന്നത്. ഈ ബസ്സിനെ കാണുന്നവർ ഈ ഫോൺ നമ്പറായിട്ട് അല്ലെങ്കിൽ അടുത്തുള്ള പോലീസുകാരോട് അറിയിക്കുക. ഈ ബസ്സിന് ഒരു കൺട്രോളുമില്ല, ഒരു നിയമം പാലിക്കാതെയാണ് പോകുന്നത്. ഈ ബസ്സിനെ കാണുന്നവർ എല്ലാവരും അറിയിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ബസ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓടിച്ചെന്താണ് ഗൈസ്? നമ്മൾ ആ സൈഡിൽ